നമസ്കാരം, എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് അസറ്റ്സ് ആയിട്ടും ലയബിലിറ്റി ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഇസ് കോൾഡ് ക്യാപിറ്റൽ. Capital is an obligation for the business and a claim on the assets of business. Capital എന്തുകൊണ്ടാണ് എൻറ്റിറ്റിയുടെ ഒബ്ലിഗേഷൻ ആവുന്നത്? അതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഓണറും ബിസിനസ് എൻറ്റിറ്റിയും രണ്ടായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതുപോലെ ഈ ബിസിനസ് എൻറ്റിറ്റി ഓണർ കൊണ്ടുവന്ന എമൗണ്ട് അയാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചതാണ്, അത് എൻറ്റിറ്റി തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഒരു ഒബ്ലിഗേഷൻ ആണെന്ന് പറയുന്നത്. അതുപോലെ ഓണറിന് തിരിച്ചു കൊടുക്കാൻ എൻറ്റിറ്റിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ, അയാൾ കൊണ്ടുവന്നപ്പം അസറ്റ്സും ക്യാഷും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ, അതെല്ലാം ക്യാപിറ്റൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ എൻറ്റിറ്റിയുടെ കയ്യിൽ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ അവിടെയുള്ള അസറ്റ്സ് ലൈക്ക് ചെയർ, ലാപ്ടോപ്പ്, അതൊക്കെ അയാൾക്ക് ക്ലെയിം ചെയ്യാം. ക്യാപിറ്റൽ ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഈ എൻറ്റിറ്റി തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ കാണിക്കുന്നത്. ഇൻ എഫക്ട് ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് ക്യാപിറ്റൽ. ഇപ്പം നിങ്ങളൊരു ബിൽഡിംഗ് മേടിക്കാൻ പോകുന്നു 25 lakh rupeesന്. ആ ബിൽഡിംഗ് നിങ്ങളുടെ ആസ്തിയാണ് അല്ലേ, അതായത് അസറ്റ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 5 lakh rupees ഉള്ളൂ തൽക്കാലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയി ചോദിക്കും, ഒരു 20 lakh rupees ലോൺ തരുമോ എന്ന്. അല്ലെങ്കിൽ ഫാമിലിയുടെയോ ഫ്രണ്ട്സിന്റെയോ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് കടം മേടിക്കാം. ബാങ്കിൽ നിന്ന് മേടിച്ചാലും ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് മേടിച്ചാലും അതൊരു ബാധ്യതയാണ്, അതായത് ലയബിലിറ്റി. കാരണം അത് തിരിച്ചു കൊടുക്കണം. ബാക്കി 5 lakh അതാണ് നമ്മൾ കയ്യിൽ നിന്ന് കൊണ്ടുവന്നത്, അതാണ് ക്യാപിറ്റൽ. അപ്പോൾ ബിൽഡിംഗ് 25 lakhsൽ നിന്ന് ലോൺ 20 lakhs കുറച്ചപ്പോൾ നമുക്ക് ഈ 5 lakh ക്യാപിറ്റൽ കിട്ടി അല്ലേ? അതുപോലെയാണ് ബിസിനസ് എൻറ്റിറ്റിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ. അതിനെ നെറ്റ്വർത്ത് എന്നോ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നോ ഒക്കെ പറയും. അടുത്തത് ഡ്രോയിങ്സ്. എമൗണ്ട് ഓഫ് ക്യാഷ്, അസറ്റ്സ് അല്ലെങ്കിൽ ഗുഡ്സ് വിത്ഡ്രോൺ ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഇസ് കോൾഡ് ഡ്രോയിങ്സ്. ഇപ്പം ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ അടുത്ത് നിന്ന് ഓണർ എന്തെങ്കിലും എമൗണ്ട് എടുക്കുവാണെങ്കിൽ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി, ആ എമൗണ്ട് ആണ് ഡ്രോയിങ്സ്. എക്സാമ്പിൾ, ഓണർ പേസ് ഹിസ് ചൈൽഡ് സ്കൂൾ ഫീ ഫ്രം ബിസിനസ് ക്യാഷ്. ബിസിനസിന്റെ ക്യാഷിൽ നിന്ന് അയാളുടെ കുട്ടിയുടെ സ്കൂൾ ഫീ പേ ചെയ്യുന്നു. അല്ലെങ്കിൽ ഓണർ അയാളുടെ പേഴ്സണൽ ടെലിഫോൺ ബിൽ ബിസിനസ് എൻറ്റിറ്റിയുടെ ക്യാഷിൽ നിന്ന് പേ ചെയ്യുന്നു. അതൊക്കെ ആ ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് തിരിച്ചെടുത്തതായിട്ടാണ് എൻറ്റിറ്റി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് റെഡ്യൂസസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഓണർ. ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റലാണ് ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നെറ്റ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് മൈനസ് ഡ്രോയിങ്സ്. അടുത്തത് ഡെറ്റേഴ്സ്. A person who has to pay to the business for getting goods and services on credit. ബിസിനസ് എൻറ്റിറ്റി ഒരാൾക്ക് സെയിൽസ് നടത്തി, ക്രെഡിറ്റ് സെയിൽസ്, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിന്റെ അഗെയിൻസ്റ്റ് ക്യാഷ് കിട്ടും. അവരാണ് ഡെറ്റേഴ്സ്. അപ്പോൾ ആ total amount standing against such persons on the closing date is shown in the balance sheet as sundry debtors on the asset side. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരുടെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് ആ എമൗണ്ട് അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെറ്റേഴ്സ് അസറ്റ് സൈഡിൽ കാണിക്കുന്നത്? നമുക്ക് നോക്കാം. ഇപ്പൊ എൻറ്റിറ്റി 25th മാർച്ചിന് കുറച്ച് ഗുഡ്സ് സെല് ചെയ്തു മിസ്റ്റർ എക്ക് ഓൺ ക്രെഡിറ്റ്. അതായത് സെയിലിന്റെ ക്യാഷ് 1 monthനകം തന്നാൽ മതി, അതായത് 25th ഏപ്രിലിന് മുൻപ്.
ഇപ്പൊ നോർമലി ബാലൻസ് ഷീറ്റ് എല്ലാ കൊല്ലവും 31st മാർച്ചിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഡേറ്റിന് നമുക്ക് മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എൻറ്റിറ്റിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും. അതായത് മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാഷ് കിട്ടും. അതുകൊണ്ടാണ് ഡെറ്റേഴ്സിനെ നമ്മൾ അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റർ. A person to whom business has to pay for getting goods or services on credit. മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് എൻറ്റിറ്റി ക്രെഡിറ്റ് പർച്ചേസ് നടത്തി അയാൾക്ക് ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഈ ക്രെഡിറ്ററിനെ എങ്ങനെ കാണിക്കും ബാലൻസ് ഷീറ്റിൽ? ലയബിലിറ്റി ആയിട്ട്. ക്രെഡിറ്റർ ഒരു ബാധ്യതയാണ്. ഡെറ്റേഴ്സിൽ പറഞ്ഞ സിമിലർ ലോജിക് ആണ് ഇവിടെ. 25th മാർച്ചിന് മിസ്റ്റർ എയുടെ അടുത്തുനിന്ന് എൻറ്റിറ്റി ക്രെഡിറ്റിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ക്യാഷ് പേ ചെയ്യാൻ 1 month ഉണ്ട് എന്ന് പറഞ്ഞാൽ 25th ഏപ്രിലിന് മുന്നേ പൈസ കൊടുത്താൽ മതി. പക്ഷെ ബാലൻസ് ഷീറ്റ് ഏത് ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 31st മാർച്ച് 2026. അപ്പൊ ഈ 31st മാർച്ചിന് ബിസിനസ് എൻറ്റിറ്റി മിസ്റ്റർ എക്ക് ഇത്ര എമൗണ്ട് പേ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അവരെ ഒരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്. ഒരു ബിസിനസിന്റെ ബാധ്യതയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് സ്റ്റോക്ക് ഓർ ഇൻവെന്ററി is the amount of goods on hand as on a particular date. As on a particular date, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എടുക്കാന്ന് വെക്കാം. നോർമലി ഇന്ത്യയിലെ അക്കൗണ്ടിങ് പീരീഡ് April 1 to March 31st of every year ആണ്. അപ്പോൾ March 31st എത്ര ഗുഡ്സ് സെല്ല് ചെയ്യാതെ ആ ബിസിനസ് എൻറ്റിറ്റിയുടെ കയ്യിലുണ്ട്, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം എന്താ? അത് ഇനി ക്യാഷ് ആയിട്ട് അടുത്ത പീരീഡിൽ റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ് ആ എൻറ്റിറ്റിക്ക്. അതുകൊണ്ട് ഇൻവെന്ററി ഒരു അസറ്റ് ആണ്. സ്റ്റോക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് is the amount of goods that are lying unsold at the end of an accounting period. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ കൊല്ലം ഒരു 100 ബുക്സ് മേടിച്ചു സെല് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിൽ 80 ബുക്സ് സെല്ല് ചെയ്തുള്ള ആ പീരീഡിൽ. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 100 minus 80, 20 ബുക്സ്. ഈ 20 ബുക്സ് ആണ് 31st മാർച്ചിന് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. കാര്യം ഈ 20 ബുക്സ് ആണ് 31st മാർച്ചിന് സെല്ല് ചെയ്യാതെ ആ എൻറ്റിറ്റിയുടെ അടുത്ത് ഉണ്ടാവുന്നത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് is the amount of stock at the beginning of an accounting period. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് പീരീഡ് നോർമലി April 1, 2025 to March 31st, 2026 ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് 31st March 2026 എൻറ്റിറ്റിയുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതുപോലെ April 1, 2025 അതായത് ഈ അക്കൗണ്ടിംഗ് പീരീഡിന്റെ ബിഗിനിങ്ങിലുള്ള സ്റ്റോക്ക്, അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് കൺസിസ്റ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ മാനുഫാക്ചറിംഗ് ഫേം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 തരം ഫേംസ് ഉണ്ട്, ട്രേഡിംഗ് ഫേംസും മാനുഫാക്ചറിംഗ് ഫേംസും. ട്രേഡിംഗ് ഫേംസ് നോർമലി ഗുഡ്സ് മേടിച്ച് റീസെൽ ചെയ്യും. ഇപ്പൊ ബുക്സിന്റെ കാര്യം പറഞ്ഞ പോലെ. അതുകൊണ്ട് സെല്ല് ചെയ്യാത്ത പ്രോഡക്ട്സ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്ര ബുക്സ് അവിടെ സെല്ല് ചെയ്യാതെ ഉണ്ടെന്നുള്ളത് എളുപ്പം കണ്ടുപിടിക്കാം. പക്ഷെ മാനുഫാക്ചറിംഗ് ഫേംസിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ നേരത്തെ ഒരു ചെയർ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ചെയർസ് മാത്രമല്ല സ്റ്റോക്ക് ഉണ്ടാവുക. ചെയർ ഉണ്ടാക്കാൻ വേണ്ടി പ്രോസസ് ചെയ്യാത്ത കുറെ വുഡ് മേടിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. ആ സ്റ്റോക്കിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അതുപോലെ കുറെ വുഡ് കട്ട് ചെയ്ത് അസംബിൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. അതാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അത് പകുതി വർക്ക് അതിൽ നടന്നിട്ടുണ്ട്, ബാക്കി നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡിലായിരിക്കും നടക്കുക. അങ്ങനെയുള്ളതിന്റെ സ്റ്റോക്കും നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കണം. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നോ പറയാം അതിനെ. ഫൈനലി എത്ര ചെയർസ് ഇനി സെല്ല് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഫൈനലി ബാലൻസ് ഷീറ്റിൽ ഈ ക്ലോസിംഗ് ഇൻവെന്ററി 3ആയിട്ട് തിരിച്ച് ഇൻവെന്ററി ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് സെപ്പറേറ്റ്ലി കാണിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.
അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.